തിരുവോണം മാമലനാടിനും പൊൻപൂരം തുമ്പയും തുളസിയും ചേമന്തിയും പൊൻതിരി നീട്ടുന്നൊരീ സുദിനം. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മേഡ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലാണ് നിൽക്കുന്നത്. എൻ്റെ കൂടെ ഒരു മാവേലിയും കൂടെ ഉണ്ട്. അദ്ദേഹത്തെ വിളിച്ചോട്ടെ. വരൂ മാവേലി, ഒരു കൈയടി പോരട്ടെ. താങ്കളുടെ പേരെന്താണ്? ഫരീസ്. 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 അനീഷ്. അനീഷ്. ആ, അപ്പം എല്ലാവരോടും ചേർന്ന് ഫരീസിന് ഒരു കൈയടി പോരട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ഫരീസും അനീഷും കൂടെ ചേർന്ന് ഇപ്പം നിങ്ങളെ എല്ലാവരും ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ പോവാണ്. ആർപ്പോൾ വിളിക്കാം. മൈക്ക് അടുപ്പിച്ച് വെച്ചോ. റെഡി? 3, 2, 1. ഒന്നുകൂടെ ഉഷാറായിട്ട് പോവാം. താങ്ക് യു. ഓക്കെ, നമുക്ക് അപ്പം ഞാൻ സമ്മാനത്തിലേക്ക് പോകാം. ഞങ്ങളൊരു ചെറിയൊരു ഓണക്കോടി തരാൻ പോവാണ്. നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഓണത്തിൻ്റെ പേരിൽ ചെറിയൊരു ഓണസമ്മാനം. അപ്പോൾ ഇതിട്ടിട്ട് വേണം തിരുവോണത്തിൻ്റെ അന്ന് മാവേലി തമ്പുരാൻ ഓണം ആഘോഷിക്കാൻ. റെഡിയാണോ? അപ്പോൾ ദാ അക്കോയി നൽകുന്ന മനോഹരമായിട്ടുള്ള ഷർട്ടാണ് കൊടുക്കുന്നത്. നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓണാശംസകൾ നേരുന്നു അല്ലേ? അപ്പോൾ താങ്ക് യു സോ മച്ച്. നല്ലൊരു കൈയടി പോരട്ടെ. അക്കോയി നൽകുന്ന മനോഹരമായിട്ടുള്ള ഷർട്ട്. താങ്ക് യു. സാറ് വന്നേ സാറേ. ഇത്രയും ജനറേഷൻ ഗ്യാപ്പില്ലാതെ നിൽക്കുന്ന ഒരു സാറിന് നിറഞ്ഞൊരു കൈയടി കൊടുക്കാം. സാറ് പേരെന്ന് പറയാമോ? റിനോജ്. റിനോജ്. എന്താ ഇവിടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ. ഡയറക്ടർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ ഇത്രയും കളർഫുള്ളായിട്ട് ഇത്രയും മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ച് വരുമ്പോൾ സാറ് ഓണമായിട്ടാണോ എപ്പോഴും ഇങ്ങനെയാണോ? എപ്പോഴും ഇങ്ങനെ തന്നെ. എപ്പോഴും ഇങ്ങനെയാണോ? അപ്പോൾ ഇത്രയും മനോഹരമായിട്ട് ഇത്രയും ന്യൂ ജനറേഷനെ കീപ്പ് ചെയ്യുന്ന ഒരു സാറ് നിങ്ങളുടെ ഉള്ളപ്പോൾ എന്ത് വേണം? ഇവിടുത്തെ കുട്ടികൾ എങ്ങനെ ഉണ്ട്? അടിപൊളിയാണ്. അടിപൊളി വൈബാണ് എല്ലാവരും. അടിപൊളി വൈബാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ കുട്ടികളെല്ലാം മൊത്തം സാറാണ്. കുട്ടികളൊക്കെ മേളിൽ നിൽക്കും എല്ലാവരും. ഉണ്ട്, പല പരിപാടികളുണ്ടല്ലോ. പല പരിപാടികളുണ്ട്. അപ്പം സാർ ഇവിടെ നിൽക്കട്ടെ. സാറിന് നമുക്ക് വേണം. അപ്പോൾ ഇതിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ടീച്ചർ ആരാണ് സാർ സാറിൻ്റെ കണ്ണിൽ? എല്ലാവരും വന്ന് പറയാം. ഡിപ്ലോമാറ്റിക്കുള്ള ആൻസർ വേണ്ട. ആരെങ്കിലും ഒരാളെ ഒന്ന് പിക്ക് ചെയ്യണം സാറ്. ആ ടീച്ചറിന് വന്നേ. ആ നീല ആ ബാക്കിൽ നീല. ആ ടീച്ചർ വന്നോ, കുഴപ്പമില്ല. വാ, വന്നോ. എന്തായാലും വന്നല്ലേ ഇവർ. നിൽക്കൂ. പേരെന്താണ്? ശില്പ. ശില്പ ടീച്ചർ അടുത്തോട്ട് നിൽക്കൂ. ഇവിടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? ഞാൻ ഫാർമസ്യൂട്ടിക്സിലാണ്. ടീച്ചറെ കണ്ടു കഴിഞ്ഞാൽ തേർഡ് ഇയർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് ഉണ്ടല്ലേ ഇവിടെ വരുമ്പോൾ? അതാണ് എനിക്ക് കൺഫ്യൂഷൻ. അതിന് കണ്ണാടി വെച്ചോണ്ടാന്ന് എനിക്കറിയില്ല. അപ്പം ടീച്ചറുടെ ഓണം, അതായത് ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ഓണത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവാം. ഇപ്പം ബിഫോർ മാരേജ്, ആഫ്റ്റർ മാരേജ് ഓണം എങ്ങനെയായിരുന്നു? ആഫ്റ്റർ മാരേജ് 1 month ആയിട്ടുള്ളൂ. സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഫസ്റ്റ് ഓണാണ്. ഫസ്റ്റ് ഓണമാണ്. ഒരു കയ്യടി പോരട്ടോ. കൂടെ പൊട്ടുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണമാണല്ലേ? അടിപൊളി. അപ്പം ഓണാശംസകൾ രണ്ടുപേർക്കും നേരുന്നു. അപ്പോൾ എന്തായാലും ഓണമായതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഓണത്തിന് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ഞാൻ തരാൻ പോകണം. അതിന് മുന്നേ ആയിട്ട് ഇതിനകത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ സാറ് പാട്ടാണോ ഡാൻസ് ആണോ ഏറ്റവും കൂടുതലുള്ളത്? ഈ ടീച്ചറോ? ഡാൻസ്. അപ്പം 1, 2, 3, 4, 5, 6, 9, 10. അപ്പോൾ നമുക്ക് ഡാൻസിലേക്ക് പോവാം അല്ലേ? നിലവേ നിലവിലഴകേ താരമരികെ വിരിയും ചിരിയെ പാറി ഉയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ താനെ മാറിയൻ ലോകവും നിന്റെ ഓർമ്മയാലേ 100 പൊൻകിനാവിൻ നിതാ മിന്നി എന്നിലാകെ ഒരുമിച്ച് പാടാം. ജീവനേ താങ്ക് യു. ഒരു നല്ലൊരു കൈയടി ആയിക്കോട്ടെ. സാർ ഇവിടെ വയ്ക്കാം.
അപ്പോൾ നിങ്ങൾക്കുള്ള ഓണസമ്മാനം തരാൻ പോവാണ്. ഇനി ഇവിടെ നല്ലൊരു മെഗാ പ്രോഗ്രാം ഇവിടെ നടക്കാൻ പോവാണ് ഓണത്തിൻ്റെ തന്നെ. അപ്പം സാറിന് ഞാൻ മനോഹരമായിട്ടുള്ള ഒരു ഷർട്ട് തരാൻ പോവാണ്. അക്കോയ് നൽകുന്ന മനോഹരമായിട്ടൊരു ഷർട്ടാണ്. നല്ലൊരു ഐഡിയ കേട്ടോ. ഹാപ്പി ഓണം സാർ. അപ്പം താങ്കൾക്ക് നമ്മുടെ മിൽമയുടെ ഒരു ഇൻസ്റ്റൻറ്റ് പാൽപ്പായസ മിക്സും ഒപ്പം തന്നെ കൂട്ടത്തിൽ നമ്മുടെ 24-ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും ഒരു സ്നേഹ ഓണസമ്മാനം. താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു. അപ്പോൾ ഹാപ്പി ഓണം സാർ. ഹാപ്പി ഓണം സാർ. നമ്മളിനി ഫ്ലവേഴ്സ് ചാനൽ തന്നെ എത്ര പേര് ടോപ്പ് സിംഗർ കാണുന്നവരുണ്ട്? ടോപ്പ് സിംഗർ കുട്ടികളുടെ പാട്ട് കൈ ഉയർത്തി പിടിക്കാം. ഒന്ന് പോട്ടെ, ഉയർത്തട്ടെ. അപ്പോൾ നമുക്ക് ടോപ്പ് സിംഗറിൽ സീസൺ 4 ഒരു കണ്ടസ്റ്റൻ്റാണ് വേദിയിലേക്ക് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു സിംഗറാണ്, പെർഫോമറാണ്. നിങ്ങൾക്കൊക്കെ സന്തോഷമായിരിക്കും. നമുക്ക് സ്വാഗതം ചെയ്യാം. നിറഞ്ഞ കൈയ്യടിയോട് കൂടി തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മുഹമ്മദ് അഫ്ലഫ് ഓൺ സ്റ്റേജ്. രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ അടിപാടാൻ നീയും പോരാമോ? അരിയങ്കാവിൽ വേല കഴിഞ്ഞു, അവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു, ആറ്റിലാടുന്ന ആമ്പൽ പൂവിൻ്റെ തേൻ നുകർന്നേ വരാം, ചെല്ലപ്പൂഞ്ചെണ്ടൊന്ന് കൂടെ കൊണ്ടുതരാം. രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ അടിപാടാൻ നീയും പോരാമോ? എല്ലാവരും ഉഷാറായിട്ടൊന്ന് കൈയടിക്കോ? നല്ലപോലെ പോരട്ടെ. കൈയടി പോരാട്ടോ, ശക്തമില്ല. മനത്തെ മറപ്പിൽ നിന്നും മാണിക്യ കല്ലിട്ടതാര്? മാണിക്യം കാണാതെ പാവം മാറാപ്പ് താങ്ങുന്നു രാവ്. മനത്തെ മറപ്പിൽ നിന്നും മാണിക്യ കല്ലിട്ടതാര്? മാണിക്യം കാണാതെ പാവം മാറാപ്പ് താങ്ങുന്നു രാവ്. വെള്ളിപ്പൂവാമ്പൽ ചെണ്ടിലിരുന്നു, കാറ്റിലതു പറഞ്ഞാടി, അല്ലിപ്പൂതാരം കാറ്റിലുലഞ്ഞു, ആമ്പലൊന്നലിഞ്ഞാടുമ്പോൾ മൂളിപ്പോയി പരിമളം. ലാ 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 ലാ. താങ്ക് യു. പേര്? പേര് ഷാമിൽ. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ആർട്സ് കോളേജിൽ സിസ്റ്റം അഡ്മിനായിട്ട് വർക്ക് ചെയ്യുന്നു. അഡ്മിനായിട്ട് വർക്ക് ചെയ്യുന്നു. അടുത്ത ആള്? പേര് ഹരി. ഹരി ആർട്സ് കോളേജിലെ ഓഫീസ് സ്റ്റാഫാണ്. ഓഫീസ് സ്റ്റാഫാണ്. അപ്പോൾ ഇദ്ദേഹത്തെ നമ്മൾ ഓൾറെഡി വിളിച്ചു, തകർത്തു ആള്. അപ്പം മാഡത്തിൻ്റെ പേരെന്ന് പറഞ്ഞേ? എൻ്റെ പേര് രേഖ. ആ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആൻഡ് HOD. HOD ആണല്ലേ? ഒരു ഡിപ്പാർട്ട്മെൻറ്റ് HOD ആണ് എൻ്റെ അടുത്ത്. പക്ഷേ ഡാൻസ് HOD ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അല്ലായിരുന്നോ അല്ലേ? പക്ഷേ ഇവിടെ പറയാതിരിക്കാൻ വയ്യ, HOD എന്നുള്ളൊരു ആ ഒരു കോൺസെപ്റ്റ് കളഞ്ഞു. ഓണം ആഘോഷിക്കുക, എങ്ങനെയാണ് മലയാളം മങ്കിയായിട്ട് വന്ന് നിൽക്കാൻ പോവുക. ആ മങ്കയായിട്ട് തന്നെ ഇവിടെ വന്ന് നിന്നുള്ളതാണ് കേട്ടോ. വളരെ സന്തോഷമുണ്ട്. കാര്യം ആ ചിരി രണ്ടുപേരും നിങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ, മങ്കന്മാരും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള സമ്മാനം തരാം. തന്നിട്ട് നമുക്കിനി അടുത്ത ഒരു പ്രോഗ്രാം കൂടെ ഉണ്ട്. അതിനുശേഷം ഒരു ഭയങ്കര ഒരു തിരുവാതിര നടക്കാൻ പോവാണ് ഇവിടെ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 3 പേർക്കുള്ള സമ്മാനമുണ്ട്. ഇത് സേമിയ പായസ മിക്സാണ്. കറക്റ്റായിട്ട് കൊണ്ടുപോയി നന്നായിട്ട് തിരുവോണത്തിന് അന്ന് മിൽമ ഉപയോഗിച്ച് തന്നെ മിൽമ തരുന്ന പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കത് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ പാചകത്തിലേക്ക് കിടക്കണം. അത് സദ്യ വിളമ്പുമ്പോൾ ഇതായിരിക്കണം അതിനകത്തുള്ളത് കേട്ടോ. അപ്പോൾ താങ്കളിത് പിടിച്ചോളൂ. മിൽമ നൽകുന്ന സേമിയ പായസ മിക്സാണ്. അപ്പം അടുത്തത് ടീച്ചർക്ക് തന്നെ തരാം. കാര്യം എന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടെ സൗന്ദര്യവർദ്ധനമാണ്. മിൽമയുടെ തന്നെ ഗീ ബിസ്ക്കറ്റാണ്. തീർച്ചയായും കുറച്ചുകൂടെ ഇതുകൂടെ കഴിക്കുമ്പം ഇപ്പം സൗന്ദര്യം ഇല്ലെന്നല്ല, കുറച്ചും കൂടെ എന്താണ് താങ്ക് യു എന്നാണ്. അപ്പോൾ നല്ലൊരു കൈയ്യടി പോരട്ടെ കേട്ടോ. ഗീ ബിസ്ക്കറ്റാണ് മിൽമ നൽകുന്ന മനോഹരമായിട്ടുള്ള പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് നമുക്കിപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ വെക്കുന്നത് പാൽപ്പായസമാണ് അല്ലേ? ഏറ്റവും കൂടുതൽ ആൾക്കാർ വെക്കുന്നത് പാൽപ്പായസമാണ്. പാൽപ്പായസം ഇഷ്ടമുള്ള എത്ര പേരുണ്ട് ഇവിടെ? എല്ലാവരും ഉണ്ട്. കൈ അടിക്കില്ല, കൈ പൊക്കുള്ളൂ. അപ്പോൾ ഓക്കെ. അപ്പം മിൽമ നൽകുന്ന ഇൻസ്റ്റൻറ്റ് പാൽപ്പായസം മിക്സാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു. അപ്പോൾ നിങ്ങൾക്ക് 3 പേർക്കും ഹാപ്പി ഓണം കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ മോനുള്ള ഓണക്കോടിയാണിത് കേട്ടോ. ഇതിട്ട് വേണം ഓണം ആഘോഷിക്കാനായിട്ട്. ഫ്ലവേഴ്സ് ഓണർ നൽകുന്ന മനോഹരമായിട്ടുള്ള അക്കോയ് ഷർട്ടാണ്. അപ്പം ഹാപ്പി ഓണം. കോവലനും കണ്ണകിയും പ്രേമമോടെ തമ്മിൽ ചോഴനാട്ടിൽ യൗവനത്തിൻ തേനുകർന്നേ വാണു. മാധവിയിൽ കോവലനു സ്നേഹമുണ്ടായി തീർന്നു. ജായയെയും വേർപിരിഞ്ഞു പാവമായി ദേവി. ധൂർത്തുമൂലം കോവലന്റെ കീർത്തിയെല്ലാം പോയൊഴിഞ്ഞു. മാപ്പു
ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ പാലക്കാട് ബോർഡറിലാണ്, എരുമപ്പെട്ടി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. നമ്മളിപ്പോൾ കണ്ടത് വള്ളുവനാടൻ വട്ടമുടിയാട്ടമാണ്. ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് അമ്മയാണ്, ദേവിയാണ് ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ഓണത്തിന് വരുന്നതല്ല, നമ്മുടെ ഓണരഥം ഫ്ലവേഴ്സ് ഓണരഥം ഇവിടെ എത്തുമെന്ന് അറിഞ്ഞിട്ട് നമ്മളെ കാണാൻ വേണ്ടി വന്നതാണ്. ഇനി നമുക്ക് വിശേഷങ്ങളിലേക്ക് പോവാം. ഓണത്തിനുള്ള ഒരു കലയല്ലെന്നറിയാം വട്ടമുടിയാട്ടം. അത് തീർച്ചയായിട്ടും എന്താണെന്നുള്ളത് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. ഞാൻ ആ കലാകാരന്മാരെ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഒന്ന് വരാം. വട്ടമുടിയാട്ടം നടത്തിയ ആ കലാകാരന്മാരെ 3 പേരുണ്ടായിരുന്നു, അവരെ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. കൈയടി പോരട്ടെ. വട്ടമുടിയാട്ടം എന്നുള്ളൊരു ഒരു നല്ലൊരു കൈഡി ആയിക്കോട്ടെ. താങ്ക് യു കേട്ടോ. വട്ടമുടിയാട്ടം എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ചേട്ടാ, ഒന്നുകൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണെന്ന് പറയാമോ? നമുക്കറിയാം, വള്ളുവനാട്ടിലെ പക്കനാർ സമുദായത്തിൻ്റെ കുലദൈവമായ അമ്മദേവിയെ വാഴ്ത്തിക്കൊണ്ടും തോറ്റിക്കൊണ്ടുമാണ് നമ്മൾ വട്ടമുടിയാട്ടം എന്ന കലാരൂപം വേദിയിൽ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പാരമ്പര്യ കലാകാരന്മാരായിട്ടുള്ള ആളുകളാണ് ഇത് കെട്ടിയാടുന്നത്. ഏതായാലും ഈ ഫ്ലവേഴ്സ് ചാനലിൻ്റെ ഈ പരിപാടിയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച മുഴുവൻ ആളുകൾക്കുമുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു. അതുപോലെ തന്നെ അവിടുന്ന് പറയാനാണെങ്കിൽ താങ്കൾക്കും പറയാനുണ്ട്. നമ്മളോട് പറഞ്ഞു തന്നു ഈ വട്ടമുടിയാട്ടം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അമ്മയെ സ്മരിക്കുന്ന അല്ലെങ്കിൽ അമ്മയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു കലയാണെന്ന് പറഞ്ഞു. അത് കുറച്ചും കൂടെ എന്താണെന്ന് നമുക്കൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. നമ്മളിത് വട്ടമുടി എന്ന് പറയാ സമുദായക്കാർ കെട്ടിയാടുന്ന ഒരു കലാരൂപമാണ്. അമ്മ സങ്കല്പമാണ് ഉദ്ദേശിക്കുന്നത്. പോരാത്തതിന് നമ്മൾ ഓരോ വീട്ടുകളിൽ കെട്ടിയാടി കളിക്കുന്നുണ്ട്. പൂരത്തിന് അനുബന്ധിച്ച് നമ്മളൊരു 3 ദിവസം മുന്നേ തന്നെ എല്ലാ വീട്ടിലും കയറി ഇറങ്ങി അരി എറിയാന്നാണ് പറയുക. അമ്മ സമ്പൽക്കം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അരി എറിയും. അതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം. വളരെ സന്തോഷം. ഒരു നല്ലൊരു കൈഡി ആയിക്കോട്ടെ എല്ലാവരും ചേർന്നിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു. തീർച്ചയായിട്ടും നമുക്ക് ഇത്രയും മനോഹരമായിട്ട് ഈ ഒരു എന്താണ് പറഞ്ഞത്, ഇത്രയും മനോഹരമായിട്ട് ഒരുക്കി തന്ന നമ്മുടെ ഓണറത് ഒരുക്കി തന്ന ഇവിടെ ചെയ്യാൻ ഒരുക്കി തന്ന സംഘാടക സമിതിയുണ്ട്, കരിയന്നൂർ ഗ്രാമോത്സവം കമ്മിറ്റി. അവർക്ക് നല്ലൊരു കൈഡി കൊടുക്കാം. ഒപ്പം തന്നെ ഞാൻ മെമ്പറെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും, സതി മേഡത്തിന് എന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നല്ലൊരു കൈഡി ആയിക്കോട്ടെ എല്ലാവരോടും ചേർന്നിട്ട്. മേഡം സ്വാഗതം. നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഓണറത്തിൻ്റെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അതെ, നമ്മുടെ നാടിൻ്റെ കൂട്ടായ്മയായ നമ്മുടെ ഗ്രാമീണോത്സവത്തിൽ നമ്മുടെ ഫ്ലേവേഴ്സിൻ്റെ ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാ സംഘാടകർക്കും എല്ലാവിധ നന്ദിയും നമസ്കാരവും അറിയിക്കുകയാണ്. എല്ലാവിധ ആശംസകളും എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ശിവദം നിറയും പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിരരാവിതിൽ. ശിവദം നിറയും പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിരരാവിതിൽ. ദേവഹിതം ദേവിമുഖം തെളിയും വെൺചന്ദ്രൻ പോൽ ആതിരയായി പാടിവരൂ രാവിൽ നീ രാവിൽ നീ വാർമുടി നിന്നി പൂക്കൊട ചാർത്തി ആടിടാം സഖിമാരേ. വാർമുടി നിന്നി പൂക്കൊട ചാർത്തി ആടിടാം സഖിമാരേ. ശിവദം നിറയും പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിരരാവിതിൽ. വന്നു ലോകദേവഗണം ഭാരങ്ങളും പാട്ടുമായി കൊണ്ടാഘോഷിച്ചിടുന്നേ കല്യാണ നേരമായി. പതി തന്റെ പാതിയായി ദേവദേവി സുന്ദരാംഗി ലോകരക്ഷ ചെയ്തിടുവാൻ പ്രാർത്ഥിച്ചിടുന്നേ. ഓദിത്തിത്താരാദിത്യൈരകരേരോ തിത്തിത്താരാദിത്യൈരകരേരോ തിത്തിത്താരാദിത്യൈരകരേരോ തിത്തിത്താരാ
അപ്പോൾ തീർച്ചയായിട്ടും വളരെ വളരെ സന്തോഷം. കരിയന്നൂരിലെ ഗ്രാമത്തിലെ ഇത്രയും മനോഹരമായിട്ട് കലയെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ഫ്ലവേഴ്സ് ചാനലിൻ്റെ പേരിലും ഫ്ലവേഴ്സ് ഓണറത്തിൻ്റെ പേരിലും ഒരു നന്ദി അറിയിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് ടാറ്റ ബൈ പറയാൻ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ യാത്ര തുടരുകയാണ്.